ചെട്ടികുളങ്ങര ദേവിയുടെ ജീവിത വിവാദം. ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് നാമജപയാത്ര നടത്തി വിശ്വ ഹിന്ദു പരിഷത്ത്. അമ്മയുടെ പൈതൃക സ്വത്ത്, നൂറ്റാണ്ടുകൾ വഴക്കമുള്ള പൈതൃക സ്വത്തായ ജീവിതയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിലെ ജീവിത പുനർനിർമ്മാണ ആരോപണങ്ങളുടെ നിജസ്ഥിതി ദേവസ്വം ബോർഡ് അറിയിക്കാത്തതിൽ പ്രതിഷേധിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് മാവേലിക്കര ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് നാമജപയാത്ര നടത്തി. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ നാമജപയാത്ര ഉദ്ഘാടനം ചെയ്തു. ജീവിതയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത നാമജപയാത്രയെ മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ജ്യോതിരാജിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ധർമ്മചാര്യ സമ്പർക്ക പ്രമുഖ് വിനോദ് ഉമ്പർനാട്, ശബരിഗിരി വിഭാഗ സെക്രട്ടറി ജയകൃഷ്ണൻ അമ്പലപ്പുഴ, പ്രഖണ്ഡ് പ്രസിഡന്റ് രാജേന്ദ്രൻ, സെക്രട്ടറി രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. വർഷങ്ങൾ പഴക്കമുള്ള ജീവിത പുതുക്കിപ്പണിഞ്ഞപ്പോൾ അതിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന രത്നങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് ആരോപണം. വിവാദം ഉയർന്നപ്പോൾ ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡും ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷനും വിശദീകരണം നൽകണമെന്ന് വിവിധ ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ യാതൊരുവിധ വിശദീകരണവും ഉണ്ടാവാത്ത ദുരൂഹമാണ്. ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷനെയും തന്ത്രിയെയും രേഖാമൂലം അറിയിക്കാതെ ജീവിത പുനർനിർമ്മിച്ചതിന്റെ പിന്നിൽ ദുരൂഹതയുണ്ട്.